പേരെന്താ? പേരയ്ക്ക. നാട് നാരങ്ങ. ഇത്തരം വാക്കുകളിൽ നിന്നാണ് നമ്മൾ മലയാളികൾ ആദ്യം തർക്കുത്തരം പറയാൻ തുടങ്ങിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളോട് ഇത് പറയുമ്പോഴാണ് നമുക്ക് തർക്കുത്തരമായിട്ട് തോന്നുക. ഇത് നമ്മൾ പറയുമ്പോഴോ മാസ് ഡയലോഗ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് മറുപടി പറയാറ്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന മറുപടി കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾ വിചാരിക്കും ഇവൻ നമ്മളെ ഒന്ന് ആക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്ന്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് തന്നെയാണ്. ഇവൻ ആരോട് എന്ത് എവിടെ എങ്ങനെ പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ അറിയില്ല. ഇപ്പം ഇവൻ്റെ വീട്ടിൽ ആരാ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ പറയും ഉമ്മണ്ടക്ക് ഉപ്പുണ്ടക്ക് പോത്ത് പോലൊരു ഇക്കുണ്ടക്ക് എന്നാണ് ഇവൻ പറയാറ്. വാക്കുകൾ പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. അത് ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറയാ വെച്ചാൽ ഇവനിപ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക വിചാരിക്കുക. അപ്പോൾ ഇവൻ്റെ ഉമ്മ വന്നിട്ട് പറയും എത്ര നേരമാണ് ഇതിൽ നോക്കിക്കൊണ്ടിരിക്കണ്, എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണമെന്ന് ചോദിച്ചാൽ കണ്ണോണ്ട് എന്ന് മറുപടി പറയും. ഇതുപോലെ തന്നെ ഇവൻ്റെ വാപ്പ ഇവൻ്റെ പഠിത്തം കഴിഞ്ഞാൽ ഒന്ന് കല്യാണം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൻ്റെ വാപ്പ ഇവനോട് ചോദിച്ചു പഠിത്തം കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻ എന്താ? അപ്പോൾ ഇവൻ പറഞ്ഞു പുസ്തകം മടക്കി വെക്കണം വാപ്പ. ഇതേപോലെ തന്നെയാണ് ഇവനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ HR ചോദിച്ചു ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയോ? അപ്പോൾ ഇവൻ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചാൽ അന്ന് ഇംഗ്ലീഷാണെന്ന് അറിയാമെന്ന്. എന്ത് പറഞ്ഞാലും തർക്കുത്തരം. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണാം, ചില വീടുകളിലൊക്കെ ചെമ്മന്മ കാണാം പരസ്യം പതിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇവൻ്റെ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യരുത്, ഇവിടെ അടുത്തൊന്നും പഞ്ചറൊട്ടിക്കുന്ന കടയില്ല എന്നാണ്. ഇവൻ്റെ കുഞ്ഞുപ്പ ഒരു ദിവസം ഇവൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവൻ്റെ റൂമിനകത്ത് വാതിലടച്ചിരിക്കുക. അപ്പോൾ കുഞ്ഞുപ്പ പറഞ്ഞു എടാ ഈ എപ്പോൾ നോക്കിയാലും ഇതിനകത്ത് വാതിലടച്ചിരിക്കുകയുള്ളോ, ഇതൊന്നും അത്ര ശരിയായ പരിപാടിയല്ല. അപ്പോൾ ഇവൻ പതുക്കെ വാതിൽ തുറന്നിട്ട് പറഞ്ഞു അതേ എപ്പോഴൊന്നുമില്ല, നിങ്ങളെപ്പോലെ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഞാൻ അകത്തിരിക്കാറുള്ളൂ എന്ന്. ഇവൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? സാധിക്കേ അനക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ്. ഇവൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഇവൻ്റെ വാപ്പാടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അടുക്കളയിൽ നിന്ന് കുടുകുടുന്ന് ഓടിപ്പോയിട്ട് വാപ്പാടെ ചെവിട്ടിൽ സ്വകാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു എന്താ വാപ്പിയും പോലും ഒരു രഹസ്യം പറച്ചിൽ? ഉടനെ ഓൻ പറഞ്ഞു അതെ ഉമ്മ പറഞ്ഞിട്ടേ ഉമ്മർത്തിരിക്കണ കുരങ്ങൻ കേൾക്കാണ്ട് വാപ്പാടെ ചോട്ടിൽ പറയണമെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ വാപ്പ പറഞ്ഞു അങ്ങനെ പറയരുത്, ഇത് വാപ്പാടെ കൂട്ടുകാരനല്ല, അതൊന്നും പറയില്ല, നീ ഉറക്കെ പറഞ്ഞോ. ഇവൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇവൻ പറഞ്ഞു അതെ ഉമ്മ പറഞ്ഞേ ഉമ്മർത്തിരിക്കണ കുരങ്ങനോട് ചായയും വേണോ കാപ്പി വേണോ എന്നൊന്ന് തൊള്ള തുറക്കണ്ട, ഇവിടെ പാലും പഞ്ചാരും ഒന്നും ഇല്ലാന്ന്. ഇവൻ്റെ വാപ്പ പറയാറുണ്ട് ഇവിടെ പാലും പഞ്ചാരും ഇല്ല, പക്ഷേ ഇവൻ കാരണം എൻ്റെ BP എല്ലാം കൂടുന്നുണ്ട് എന്ന്. ഒരു ദിവസം ഇവൻ വീട്ടിലിരിക്കുമ്പോൾ TV വെച്ചു. അപ്പോൾ വാപ്പയും വന്നിരുന്നു. അപ്പോൾ പതുക്കെ പാട്ടുകൾ തുടങ്ങി. ഒരു പാട്ട് തുടങ്ങി കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപാടി കട്ടിപ്പൂടിടാ. ഇത് കണ്ടപ്പോൾ വാപ്പ പറഞ്ഞു എന്താണ് നമുക്ക് നോക്കിയിരിക്കണ, കണ്ണ് പൊത്തടാ. വേഗം ഇവനെ എഴുന്നേറ്റ് വാപ്പാടെ കണ്ണങ്ങ് പൊത്തി. എന്താ വെച്ചാൽ വാപ്പ നാശമായി പോകരുത്, ഇവനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇവൻ്റെ വീട് പണ്ട് എങ്ങനെയാ വെച്ചാൽ ടെറസല്ല, ഓടിട്ട വീടായിരുന്നു. അതിന് ചുറ്റും നല്ല രസമായിട്ട് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ വേലിയുടെ അപ്പുറത്ത് ആരോ ഇരുന്ന് മൂത്രമൊഴിക്കുക. ഉടനെ അവൻ പറഞ്ഞു ഏത് നാറിയാടാ അവിടെ, എണീറ്റ് പോടാ പട്ടി. നോക്കുമ്പോൾ ഇവൻ്റെ കുഞ്ഞിപ്പാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ കുഞ്ഞിപ്പോടെ അപ്പം തന്നെ ഉമ്മാപ്പ പറഞ്ഞു കുഞ്ഞിപ്പ ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാണ്, ഞാൻ വാപ്പയാണെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞത്. ഇവൻ പൊതുവെ വീട്ടുകാരോട് മാത്രമല്ല ഇവൻ നാട്ടുകാരോട് ഇങ്ങനെ പെരുമാറുക. ഇപ്പം ഇവൻ്റെ കൂടെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിച്ചാൽ നമ്മുടെ ഉടമ്പ് ഇരുമ്പാക്കിയിട്ട് വേണം ഇവൻ്റെ കൂടെ പോകാൻ. ഒരു ദിവസം ഇവനെ TT എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ TT എടുത്ത് തിരിച്ചു വരുമ്പോൾ നല്ല മഴ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരാന്തയിൽ ഇങ്ങനെ നിൽക്കാം. അപ്പോൾ ഒരു പാവം മനുഷ്യൻ, ബാബുട്ട ബാബു നമ്പൂതിരിയേക്കാൾ പാവമുള്ള ഒരു മനുഷ്യൻ, ഇയാൾ വന്നിട്ട് ചോദിച്ചു മോനെ പ്രസവ വാർഡിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന്. ഇവൻ്റെ വായ വെറുതെ ഇരിക്കില്ല. ഇവൻ പറഞ്ഞു ഗർഭമായിട്ട് പോയാൽ മതി മാമാന്ന്. അയാൾ പാവായതുകൊണ്ട് മാത്രം തല്ലിയില്ല, മുഖത്തേക്ക് തുപ്പുള്ളൂ. ഇവൻ പഠിക്കുന്ന കാലത്ത്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മാഷ് ഇവൻ്റെ ശല്യം കാരണം റിസൈൻ ചെയ്താലോ എന്ന് വരെ ആലോചിച്ച. ഒരിക്കൽ മാഷ് വന്നിട്ട് പറഞ്ഞു എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിപരീത പദം പറയും. അപ്പോൾ ഇവൻ എന്നിട്ട് ചോദിച്ചു എന്തിനെ പറ്റി മാഷെ പറയേണ്ടത്? മാഷ് പറഞ്ഞു അതിപ്പോൾ എന്താ വല്ല മേശ ഗീശാന്നോ ബോർഡ് കീഴുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. ഇവൻ പതുക്കെ എഴുന്നേറ്റ് പറഞ്ഞു പക്ഷേ സ്കൂള് കിസ്കൂള്, പുസ്തകം കിസ്തകം, പരീക്ഷ കിരീഷ. മാഷ് പറഞ്ഞു നിർത്തിക്കോ, നിന്റെ വിപരീതം ഇവിടെ നിർത്തിക്കോ. ഇവൻ പറഞ്ഞു ഒരെണ്ണം കൂടി ഒരെണ്ണം ഉണ്ടെങ്കിൽ മാഷെ
മാഷ് പറഞ്ഞു ശരി എന്താ പറയേ മാഷ് കീഷ് എന്ന്. വളരെ കാലത്തിന് ശേഷം അവനെ ഞാനൊരു ദിവസം കണ്ടു. അപ്പോൾ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഈ തർക്കുത്തരൊക്കെ നിർത്തിയിട്ട് തത്വചിന്തകനായി മാറിയിക്കുക. എനിക്ക് തോന്നുന്നു ഭാര്യയുടെ നല്ല കിഴി കൊണ്ടുണ്ട്. ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത് ലൈഫൊക്കെ എങ്ങനെ പോകണൂടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ലൈഫൊക്കെ വളരെ നന്നായി പോകുന്നുണ്ട്. ഒരു ഒഴുക്കിലെങ്ങനെ പോകുന്നു. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലയിൽ ഒഴിച്ച രസം പോലെയാണ്. അതെങ്ങോട്ട് പോകുന്നു എന്ന് അതിനും അറിയില്ല നമുക്കും അറിയില്ല. താങ്ക് യു. സംഗീതറാവ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചോദിക്കാൻ ചേട്ടന്മാരോട്. രമേശ് ചേട്ടാ, സംഗീതം നല്ല രസമുള്ള പ്രകടനമായിരുന്നു.